ഹലോ, നമസ്കാരം. അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതും ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് തന്നെയാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാട്ടാ. സമയം ഏകദേശം ഒരു 6 മണിക്കായിട്ടുണ്ട് കേട്ടോ. അതേ നമ്മൾ സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വൈകിട്ടാണ്, ഏകദേശം ഒരു 6:30 ആകുമ്പോഴാണ് ഇത്തിരി വെളിച്ചമൊക്കെ വന്ന് തുടങ്ങാം കേട്ടോ. കുറച്ച് നേരം ഒന്ന് ബാൽക്കണിയിൽ നിന്നും. അപ്പം അത്യാവശ്യം മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. കാലത്ത് നല്ല തണുപ്പാണ്. അപ്പം നല്ലൊരു പ്രഭാതമൊക്കെ കണ്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാട്ടാ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് മസാല ദോശയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുള്ളത്. അപ്പോൾ ദോശമാവൊക്കെ ഇന്നലെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ സാമ്പാർ വെച്ചപ്പോൾ പകുതി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ഇനി ഒരു ചട്നി ഉണ്ടാക്കിയാൽ മതിയാവും. അപ്പോൾ അതേ മസാലയ്ക്കുള്ള വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ചെറിയ ഉരുളൻകിഴങ്ങും 2 സവാളയും പിന്നെ ഒരു ചെറിയ ക്യാരറ്റും ഒരു ചെറിയ കഷ്ണം ബീറ്റ്റൂട്ടും പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പില ഇട്ടാ. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് നല്ലോണം ഒന്ന് കഴുകിയെടുത്ത് നമുക്ക് കുക്കറിലിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ദോശമാവ് ഉണ്ടാക്കുന്നത് ഒരു 1.5 ഗ്ലാസോളം സാധാരണ പച്ചരി ആണ് എടുക്കാറ്. പിന്നെ ഒരു 1/2 ഗ്ലാസ് പൊന്നിരിയും. അപ്പം ഒരേ ഗ്ലാസ് കൊണ്ട് തന്നെ ഒരു 1.5 ഗ്ലാസ് സാധാരണ പച്ചരിയും 1/2 ഗ്ലാസ് പൊന്നിരിയും എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആ ഗ്ലാസ് കൊണ്ട് തന്നെ ഒരു 1/4 ഗ്ലാസോളം ഉഴുന്നും ഒരു ചെറിയ സ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം അത് നന്നായി കുതിർത്തെടുത്ത് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഒരു 1/2 ഗ്ലാസോളം, ഏകദേശം 1/2 ഗ്ലാസോളം ചോറും കൂടി ചേർത്തിട്ടാണ് അരച്ച് വെക്കണത്. പിന്നെ അരച്ച് വെക്കുമ്പോൾ തന്നെ ഞാൻ അതിലേക്ക് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വയ്ക്കാം. അപ്പം കഴുകിയെടുത്ത ഉരുളൻകിഴങ്ങും സവാളയും ക്യാരറ്റും ബീറ്റ്റൂട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ പച്ചമുളക് എരിവിന് ആവശ്യമുള്ളത് ഇടണം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് ചതച്ചിട്ട് ഇടാം. പിന്നെ കുറച്ചധികം കറിവേപ്പില ഇട്ടുണ്ട്. പിന്നെ 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും വെക്കണ്ട കേട്ടോ. അങ്ങനെ ഒപ്പത്തിനായിട്ട് വെള്ളം വറ്റി വരണം വെന്ത് വരുമ്പോഴേക്കും. പിന്നെ നല്ലോണം വെന്ത് വരും വേണം. ഉരുളൻകിഴങ്ങും സവാളയ്ക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാനുള്ളതാണ്. ഇന്നത്തെ അധികം വെയിലൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. കാറ്റും ഉണ്ട് അത്യാവശ്യം. പിന്നെ ഒരു മൂടി കെട്ടിയ ഒരു അന്തരീക്ഷമാണ് കേട്ടോ. മഴ പെയ്യാനാണോന്ന് അറിയില്ല, ചെറുതായി മഴക്കാരും ഉണ്ട്. അപ്പം നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ വപ്പത്തണ്ടൊക്കെ ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ച് മാല പോലെയാക്കും. ഇങ്ങനെ രണ്ട് സൈഡ് ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ടാ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് അറിയുന്നുണ്ടാവില്ല. ഞാൻ വെറുതെ വപ്പത്തണ്ട് ഒന്ന് വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയതാട്ടാ. അപ്പോൾ ഇത് ചെറിയ തണ്ടാണ്. നമ്മൾ നാട്ടിൽ വലിയ തണ്ടൊക്കെ ആയിരിക്കും, വലിയ വപ്പൊക്കെ അല്ലേ.
കുക്കറൊക്കെ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മൾ ദോശമാവ് അരച്ച് വെച്ചത് ഒരു ബൗളിൽ ആക്കിയിട്ടുള്ളത്. ബൗള് ഞാനൊരു വേറൊരു വലിയ പാത്രത്തിലോട്ട് ഇറക്കി വെച്ചിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചൊന്ന് പൊന്തി വരാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ പുറത്ത് വെച്ചാൽ കേട്ടോ. അപ്പം ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇറക്കി വെച്ചതാണ്. പിന്നെ പാത്രത്തിൽ നിന്ന് അത് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോൾ ദോശമാവൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നാളികേരമൊക്കെ ഞാൻ ചരുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളികേരത്തിലേക്ക് പച്ചമുളകും ചെറിയുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം പുളിയും ഒക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വല്ലാണ്ട് അരച്ചിട്ടല്ല ഞാൻ ചട്നി ഉണ്ടാക്കണം, കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് കേട്ടോ. ഇനി അതിലേക്കൊന്ന് താളിച്ചു കൊടുക്കാനായിട്ട് ഇതേ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ചട്നിയിലേക്ക് ഒഴിച്ചൊന്ന് താളിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ കുക്കറൊക്കെ അതേ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി നല്ലോണം ഇതൊന്ന് ഉടച്ചെടുക്കുക കയ്യിൽ വെച്ചിട്ട്. അപ്പോൾ കഷ്ണം ഒട്ടും കാണാത്ത രീതിയിൽ നല്ലോണം അത് ഉടച്ച് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് നേരം ചെറിയ തീയിൽ അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ആവുമ്പോഴേക്കും നമുക്ക് അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് ഇതേ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു. പിന്നെ കുറച്ച് ഉഴുന്നാണ് ഇട്ടുള്ളത്. അതൊന്ന് മൂത്ത് വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും പിന്നെ ഒരു പകുതി സവാളയും ഇട്ടുള്ളത് കേട്ടോ. പകുതി സവാളയും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള നല്ലോണം വഴറ്റിയെടുക്കണ്ട, ഒന്ന് ചെറുതായി ഒന്ന് വഴണ്ടി വന്നാൽ മതിയാവും കേട്ടോ. അപ്പോൾ സവാള ഒന്ന് വഴണ്ടി വന്നപ്പോൾ അതേ നമ്മൾ വേവിച്ച് വെച്ചുള്ള നമ്മുടെ മസാല അതിലേക്കിട്ട് ഇനി എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് ഞാൻ മസാല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി അതോടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശക്കല്ല് കുറച്ച് എണ്ണ പുരട്ടി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് മാവൊഴിച്ച് പരത്തിയെടുക്കണം. അപ്പോൾ മസാല ദോശ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. സാധാരണ ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ അധികം എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് കുറവാണ്, വല്ലപ്പോഴും മാത്രമേ ഒഴിച്ചു കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് നെയ്യാണ് ചേർക്കണത്. മസാല ദോശയല്ല, അപ്പോൾ നെയ്യാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് കുറച്ച് അധികം നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് അടിയൊക്കെ ഒന്ന് കളർ മാറി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് മസാല വെച്ച് കൊടുത്ത് ഒന്ന് ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം ബീറ്റ്റൂട്ട് ചേർക്കും. അതുകൊണ്ട് ഇങ്ങനെ ചുവന്ന കളറായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ചിലർ ബീറ്റ്റൂട്ട് ചേർക്കാത്ത, എനിക്ക് കൂടുതൽ ഇഷ്ടം ബീറ്റ്റൂട്ട് ചേർത്തുള്ള ഒരു മസാലയാണ് ടേസ്റ്റ് തോന്നിയുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ദോശയ്ക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു സവാള എടുത്ത് ഒരു ചെറിയ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ സവാള ചമ്മന്തി ഉണ്ട്. നമ്മുടെ മസാല ദോശയിലേക്ക് നല്ല ഒരു കാപ്പി, മോന് നല്ല ഇങ്ങനെ പതപ്പിച്ച് കാപ്പി ഉണ്ടാക്കി കൊടുത്താൽ മസാല ദോശയും നല്ലൊരു പതപ്പിച്ച കാപ്പിയും കൂടിയായ നല്ല ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതേ ഗ്ലാസ്സിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും പിന്നെ പഞ്ചസാരയും പിന്നെ കുറച്ച് ചൂടുപാല്, ഒരു 1-2 സ്പൂൺ ചൂടുപാലും കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പിന്നെ തിളപ്പിച്ചെടുത്ത പാലും കൂടി ഒഴിച്ചാൽ നല്ല ടേസ്റ്റുള്ള ഒരു കാപ്പി
റെഡി. കാപ്പി ഇങ്ങനെ ഒഴിക്കുന്നതിൻ്റെ മണം കേട്ടാൽ തന്നെ കുടിക്കാൻ തോന്നും. അപ്പം എനിക്ക് കാപ്പി ഒരുപാട് ഇഷ്ടമായത് കൊണ്ടായിരിക്കും ചിലപ്പോൾ കാപ്പി ഇങ്ങനെ മണം കേൾക്കുമ്പോൾ തന്നെ കൊതിയാവണം കേട്ടോ. അപ്പം ചിലർക്ക് കാപ്പി അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തിളപ്പിച്ചെടുത്ത പാലും കൂടി ഒഴിച്ചാൽ നല്ല അടിപൊളി കാപ്പി റെഡി. അപ്പം നല്ലൊരു മസാല ദോശയും അതിലേക്ക് ഉള്ളിച്ചമ്മന്തിയും ചട്നിയും സാമ്പാറും. അപ്പോൾ ഇത് മൂന്നൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പം ഇന്ന് സാമ്പാർ ഇരിപ്പുണ്ട്, പിന്നെ ഒരു ചട്നി ഉണ്ടാക്കി. പിന്നെ മോൻ പോകുമ്പോഴേക്കും അവന് ഉള്ളിച്ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്, സാമ്പാർ അത്ര വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ അവന് വേണ്ടിയിട്ട് ഒരു സവാള എടുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ബാക്കിയുള്ളതാണ്. അപ്പോൾ അത് മസാല ദോശയും ഉള്ളിച്ചമ്മന്തിയും ചട്നി സാമ്പാറും നല്ലൊരു കാപ്പിക്ക് കുടിച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. പിന്നെ അത് ഉച്ചക്കലത്തേക്കായിട്ട് ഒഴിച്ചുകറിക്കായിട്ട് പടവലങ്ങി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിച്ചുകറി പരിപ്പും കൂട്ടി ഒഴിച്ചുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പച്ചപ്പയറുണ്ട്, അപ്പോൾ അത് ഉപ്പേരിയും. ഇന്നലെ മീൻ കുറച്ച് കായം പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കുറച്ചെടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഇതേ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണികളൊക്കെ എളുപ്പമാണെന്ന്. അപ്പോൾ ഇതേ ഒഴിച്ചുകറിക്കുള്ള പടവലങ്ങ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇന്ന് പിന്നെ പുറത്ത് പണികളൊന്നും ചെയ്തിട്ടില്ല. തുണികളൊന്നും ഇട്ട് കഴിഞ്ഞാൽ വെയിലൊന്നും ആയിട്ടില്ല. പിന്നെ കാറ്റുണ്ട്. അപ്പം ചിലപ്പോൾ പൊടിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ തുണികൾക്കൊക്കെ പൊടി ആയിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഒന്നുകൂടി അലക്കേണ്ടി വരും. അപ്പോൾ നോക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് തുണികളൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ചെടിക്കും ഒന്ന് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ചെറുതായി മഴക്കാരുണ്ട്, മഴ പെയ്യുമെന്നൊന്നും അറിയില്ല. അപ്പം നോക്കിയിട്ട് ഒഴിക്കാം എന്നൊക്കെ വിചാരിച്ച് അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അതേ നമ്മൾ പടവലങ്ങയൊക്കെ അതേ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഉപ്പേരിക്കായിട്ടുള്ള പച്ചപ്പയറും കൂടി അരിഞ്ഞു വയ്ക്കുക. അപ്പോൾ പച്ചപ്പയർ അരിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ഉപ്പിട്ട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ വെള്ളത്തിലിരുന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതിയാവും. ഇനി ഇതേ നമ്മൾ കുക്കറിലേക്ക് കുറച്ച് പരിപ്പ്, ഒരു പിടി പരിപ്പ് മതിയാവും. അപ്പോൾ അത് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചുള്ള പടവലങ്ങയും ഒന്ന് കഴുകി അതും കുക്കറിലേക്ക് ഇട്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ ഒപ്പത്തിന് കുറച്ച് താഴ്ന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പം പടവലങ്ങ ആയ കാരണം കുറച്ച് വെള്ളം കുറവ് മതി. അപ്പോൾ കുറച്ച് അതിൻ്റെ അടിയിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കർ അടച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ മുളക് പരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന മീനൊന്ന് പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. അപ്പോൾ അതൊന്ന് ചെറുതായി ഒന്ന് തണവ് ഇട്ടിട്ട് വേണം ഒന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതേ പടവലങ്ങ പരിപ്പിലേക്കുള്ള നാളികേരം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നാളികേരത്തിൽ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അതിൻ്റെ ഇടയിൽ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാളികേരം അരച്ചെടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ചോറും ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ പണികളായിട്ട് ചെയ്ത് തീർക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ പടവലങ്ങയും പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. അതൊന്ന് നന്നായി തിളച്ച് വന്നപ്പോൾ അരച്ച് വെച്ചുള്ള നാളികേരം കുറച്ച് വെള്ളം ആ മിക്സിയുടെ ജാറിലേക്ക് അടിച്ച് അതൊന്ന് ചുറ്റിച്ച് അതും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വന്നപ്പോൾ നമുക്ക് താളിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിലാക്കിയിട്ട് വെച്ചിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് അങ്ങനെ വയ്ക്കുക. അപ്പോൾ ഓരോ ഭാഗവും ചെറിയ തീയിൽ അങ്ങനെ കിട്ടുന്ന മുരിഞ്ഞ് വരട്ടെ കേട്ടോ മീൻ.
അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് ചെറിയ പാനിൽ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും മൂപ്പിച്ചിട്ട് നമ്മുടെ ഒഴിച്ചുകറി താളിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒഴിച്ചുകറി ഇതേ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതൊന്ന് താളിച്ചെടുത്തു. പിന്നെ ഇതേ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ പയറൊക്കെ കുറച്ച് നേരം ഉപ്പും വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ അതേ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് കുറച്ച് ചതച്ച മുളകേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി മുളക് പൊടി ഇട്ട് അതൊന്ന് 1-2 സെക്കൻഡ് ഒന്ന് നന്നായി മൂപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പയർ അതിലേക്ക് ഇട്ടു. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് വലിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് അതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ പയർ അവിടെ കിടക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ ചെറുതായി ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഒരു സൈഡ്. അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ മാന്തളാണ് മീൻ വറക്കാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് അധികം മസാലയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരുമാണ് ഇന്ന് മസാല പൊറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. മീൻ ഇങ്ങനെ ചെറിയ തീയിൽ കിടന്ന് അപ്പുറം ഇടയ്ക്ക് ഇങ്ങനെ മറിച്ചും തിരിച്ചിട്ട് അങ്ങനെ മൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തീ കൂട്ടി വയ്ക്കാതെ ഇങ്ങനെ മീൻ മൊരിച്ചെടുക്കുന്നതാണ് നല്ലത്. പിന്നെ അതേ നമ്മുടെ പയർ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ടു. പിന്നെ നമ്മുടെ ഒഴിച്ചുകറി ഞാനൊരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ എല്ലാം നമുക്കൊന്ന് കഴുകിയെടുക്കാമല്ലോ. അപ്പോഴേക്കും മീനും റെഡിയായി, അതും ഒരു ബൗളിലാക്കി വെച്ചു. പിന്നെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും ഇതേ വെയിലൊക്കെ വന്ന് മഴ പെയ്യുന്നു വിചാരിച്ചു. പക്ഷെ മഴയൊന്നും പെയ്തില്ല കേട്ടോ. അപ്പം നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മഴയൊന്നും പെയ്തില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും വെയിലൊക്കെ ആയി. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വലിയ നന്നായിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. തണവല്ലേ. അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.